എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഓഗസ്റ്റ് 8-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കും. അപ്പോൾ ഇതുവരെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നാളെ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് hscap വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അത് സ്പോർട്സ് കോട്ടയിലാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ സ്പോർട്സ് കോട്ടയുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക. അതേസമയം മെറിറ്റ് കോട്ട, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ SWSൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റ് വഴിയാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നും, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്നും കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളതെന്നുള്ള വിവരങ്ങൾ കറക്റ്റായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതാണ്. അതിനായിട്ട് ട്രാൻസ്ഫർ അലോട്ട് റിസൾട്ട്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് അവിടെ വ്യൂ റാങ്ക് ഡീറ്റെയിൽസ്, വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതും ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൽ വിദ്യാർത്ഥികൾ എത്ര രൂപയാണ് ഈ ഒരു അഡ്മിഷൻ ടൈമിൽ സ്കൂളിൽ അടയ്ക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിലവിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നും മറ്റൊരു കോഴ്സിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന എക്സ്ട്രാ ഫീസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ അടച്ചാൽ മതി. അത് നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവ് വരണം എന്നില്ല. നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സ്കൂളിലെ ടീച്ചേഴ്സിനെ, അതായത് ആ ഒരു ഓഫീസിൽ നിങ്ങൾക്ക് ആ ഒരു ഫീസ് അടച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് ടീച്ചറുടെ കയ്യിൽ ആ ഒരു പൈസ, അതായത് എക്സ്ട്രാ അടക്കേണ്ട ആ ഒരു പൈസ കൊടുത്താലും മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും പ്രിൻസിപ്പൽ നിങ്ങളുടെ പുതിയ കോഴ്സിലേക്കുള്ള ആ ഒരു പ്രവേശനത്തിനായിട്ട്, അത് നിങ്ങളുടെ അഡ്മിഷൻ മാറ്റിയിട്ട് നൽകുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും നിങ്ങൾക്കിപ്പോൾ മറ്റൊരു സ്കൂളിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു കോഴ്സിലേക്കോ, അതായത് മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ മറ്റൊരു ജില്ലയിലേക്കോ ആണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു നിങ്ങൾക്ക് നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും നിങ്ങളുടെ TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ് ഇതുപോലുള്ള എല്ലാവിധ ഡോക്യുമെൻസും അതുപോലെ തന്നെ PTA ഫണ്ട്, കോഷൻ ഡെപ്പോസിറ്റ് എന്നിവ തിരികെ തരുന്നതും ആയിരിക്കും. വിദ്യാർത്ഥികൾ മുൻപ് അഡ്മിഷൻ ഫീസ് അടച്ചപ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന റെസിപ്റ്റ് വിദ്യാർത്ഥികളുടെ കയ്യിലുണ്ടാകും. അപ്പോൾ ആ ഒരു റെസിപ്റ്റും അതുപോലെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളതിൻ്റെ തെളിവായിട്ടുള്ള അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി എല്ലാവിധ ഡോക്യുമെൻസും PTA ഫണ്ട്, കോഷൻ ഡെപ്പോസിറ്റ് എന്നിവ സഹിതം വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ അല്ലെങ്കിൽ സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് മാറിയിട്ട്, അതായത് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അഡ്മിഷൻ എടുക്കാതിരുന്നാൽ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കുക. വിദ്യാർത്ഥികൾ എത്ര രൂപയാണ് എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റും അടക്കേണ്ടതുണ്ട് എങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ കൃത്യമായിട്ട് എത്ര രൂപ വിദ്യാർത്ഥികൾ അടക്കേണ്ടതുണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ വിദ്യാർത്ഥികൾ നാളെയും മറ്റന്നാളുമായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നാളെ തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കിട്ടിയ സീറ്റ് വെറുതെ നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.